happy wife gives you a happy life, that's for sure, 100%. So you make sure that your wife, your partner is happy. And by happiness means you have to understand her. നമ്മളെന്നും കട്ടിയായ കാര്യങ്ങൾ കേട്ട് തല മരവിച്ചിരിക്കുവല്ലേ. ഇന്ന് ഇച്ചിരി വ്യത്യസ്തമായ കാര്യങ്ങൾ സംസാരിച്ചാലോ? ഒരു പയ്യൻ 3 കപ്പിൾസിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇറങ്ങി. 3 പേരോടും ചോദിച്ചത് ഒരേ ചോദ്യമായിരുന്നു. എന്നാൽ ഉത്തരം ഈ വിധമായിരുന്നു. How long have you been married? 25 years. What's your advice for couples that are looking to have a long and healthy relationship? Listen to your wife. Whatever she says goes. 25 വർഷമായി കുടുംബജീവിതത്തിലായിരിക്കുന്നവർ, ആരോഗ്യപരമായ കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾ കപ്പിൾസിന് കൊടുക്കുന്ന ഉപദേശം എന്തെന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് ഒട്ടും താമസിയാതെ പറഞ്ഞു, ഭാര്യ എന്തു പറയുന്നോ അതുപോലെ തന്നെ കേൾക്കുക. How long have both of you been married? We know her like 11 years old. Since you were 11 years old? From Cuba. So what would be your advice for a long and healthy marriage? Do what she say. That's it. Trust me. That's it. She says something, you make it. രണ്ടാമത്തെ കപ്പിൾസിൻ്റെ അടുത്ത് ചെന്നു ഇതേ ചോദ്യം ആവർത്തിച്ചു. 11 വയസ്സ് മുതൽ പെൺകുട്ടിയെ പരിചയമുള്ള പയ്യൻ, ആരോഗ്യപരമായ കുടുംബജീവിതത്തിന് നിങ്ങളുടെ ഉപദേശം എന്തെന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ ഒട്ടും താമസിയാതെ പറഞ്ഞു, പെൺകുട്ടി എന്ത് പറയുന്നുവോ അത് അതുപോലെ തന്നെ ചെയ്തെടുക്കുക. Are you two married? 50 odd years. What advice would you give for a long and healthy relationship? How did you learn that? Over time. 50 വർഷമായി കുടുംബജീവിതത്തിലായിരിക്കുന്ന അപ്പച്ചനും ഏറെ ചിന്തിക്കേണ്ടി വന്നില്ല. കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിക്കണ്ട് നടത്തുവാൻ അവളാണ് ഞങ്ങളുടെ വീട്ടിലെ ബോസ് എന്ന് പറഞ്ഞ് അപ്പച്ചനും ഉപദേശം നൽകി. ഭാര്യ ചിരിച്ചാൽ വീട് ചിരിക്കും, അമ്മ ചിരിച്ചാൽ കുടുംബം ചിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആത്മലോകത്തിൽ സഹോദരന്മാർ സമ്മതിച്ചു തരിക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കീഴ്പ്പെടുക എന്നതാണല്ലോ നമ്മുടെ ആപ്തവാക്യം. കീഴ്പ്പെടലും സ്വാതന്ത്ര്യവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അതെ, ഭർത്താക്കന്മാരുടെ മേൽനോട്ടത്തിൽ തന്നെ ഭാര്യമാർ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യം, ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, പുരുഷന്മാരിൽ നിന്ന് ഞങ്ങൾ കേട്ടു പഠിച്ചതാണ്. അതെ, ഭാര്യയുടെ സന്തോഷം അത് ഭർത്താവിൻ്റെ കൈകളിൽ. Women don't really need men anymore, unfortunately. And here are the reasons why. In today's day and age, guys think they go to work, they come home, they play their video games, they watch their football games, they hang out on the couch playing with their phone, they go out with their friends, and that is their day. What do women bring to the table? They take care of the house, everything looks great, take care of the kids. Hey, by the way, are we going to the parent-teacher conference? No, mom's going. Hey, did you schedule that doctor's appointment? Mom's got it. Guys, we've got to bring more to the table. If you want to feel needed and wanted by women these days, do everything like they do. Match their energy. അകത്തും പുറത്തും ഒരുപോലെ ജോലി ചെയ്യുന്ന ഭാര്യ വീട്ടിനുള്ളിൽ വരുമ്പോൾ അതേ എനർജി മാച്ച് ചെയ്ത് ഭർത്താക്കന്മാരും നിൽക്കണമെന്ന് ഒരു ഭാര്യ ആഗ്രഹിച്ചാൽ എന്താണ് അതിൽ തെറ്റ്? ഇല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞു വെച്ചതിൻ്റെ സാരം. ആത്മീയ കാര്യങ്ങളിൽ വരുമ്പോൾ തലയായി നിൽക്കണമെന്ന് ശഠിക്കുന്ന ഭർത്താക്കന്മാർ ആത്മതലത്തിലും തലയായി തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങളെ ഉത്തരവാദിത്തോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ശഠിച്ചാൽ അതിലെന്താണ് തെറ്റ്? If a girl is talking, सब बढ़िया है. If she is fighting, फिर भी ठीक है. But if she gets silent, समझ जाना कोई बहुत बड़ा बवाल हो गया है. लड़कियों के लिए getting silent is the last stage. She'll talk, explain, convince, fight, argue, cry, और जब उसे लगेगा ना ये सब waste है, she'll just get silent. वो बाहर से शांत इसलिए है because अंदर से she's just done. And believe me, if you really value her, just get up, move your ass, talk to her, make things right, just make her speak. क्योंकि अगर ये silence लंबा चला, you lose something really precious. Mind my words, never ever take a girl's silence lightly. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കരയുക, പറയുക, പിറുപിറുക്കുക എല്ലാം നോർമലാണ്. എന്നാൽ അവൾ എപ്പോൾ നിശബ്ദമാകുമോ അതിൻ്റെ അർത്ഥം അവൾ നിങ്ങളെ അകറ്റി തുടങ്ങി എന്നാണ്. എന്നാൽ അവളുടെ മൂല്യം മനസ്സിലാക്കുന്ന പുരുഷൻ അത് വേഗത്തിൽ നിരപ്പാക്കിയെടുക്കും. ഇതൊന്നും സ്വയമേ ഞങ്ങൾ പറഞ്ഞതല്ല, പുരുഷന്മാരുടെ വാക്കുകൾ കടമെടുത്തത് മാത്രം.